بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. والذين تبوأوا الدار والإيمان من قبلهم يحبون من هاجر إليهم ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. വചനം 9. വല്ലദീന യാതൊരു കൂട്ടരും തബവ്വഉ അവർ സൗകര്യപ്പെടുത്തി, ഒരുക്കം ചെയ്തു, താമസമാക്കി, സ്വീകരിച്ചു, അദ്ദാറ വാസസ്ഥലം, പാർപ്പിടത്തിന്, വൽ ഈമാൻ സത്യവിശ്വാസവും വിശ്വാസത്തിനും, മിൻ ഖബ്ലിഹിം അവരുടെ മുമ്പ്, യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, മൻ ഹാജറ ഹിജ്റ വന്നവരെ, നാടുവിട്ടു വന്നവരെ, ഇലൈഹിം തങ്ങളിലേക്ക്, വലാ യജിദൂന അവർ കാണുന്നില്ല, കണ്ടെത്തുന്നില്ല, ഫീ സുദൂരിഹിം അവരുടെ നെഞ്ചുകളിൽ, മനസ്സുകളിൽ, ഹാജത്തൻ ഒരാവശ്യവും, മിമ്മ ഊത്തു അവർക്കു നൽകപ്പെട്ടതിൽ, വയുഉസിറൂന അവർ പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു, തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു, അല അംഫുസിഹിം തങ്ങളുടെ ദേഹങ്ങളെക്കാൾ, വലൗകാന ബിഹിം തങ്ങളിൽ ഉണ്ടായിരുന്നാലും, ഖസാസ വല്ല വിടവും, ദാരിദ്ര്യവും, അടിയന്തരാവശ്യവും, വമൻ യൂഖ ആരെങ്കിലും കാത്തുരക്ഷിക്കപ്പെടുന്നുവോ, യാതൊരുവൻ കാത്തുരക്ഷിക്കപ്പെടുന്നുവോ, ശുഹ്ഹ നഫ്സിഹി തന്റെ മനസ്സിന്റെ പിശുക്ക്, ആർത്തിയിൽ നിന്ന്, ഫഉലൈകഹും എന്നാൽ അവർ തന്നെ, അൽ മുഫ്ലിഹൂൻ വിജയികൾ. അവരുടെ മുമ്പായി, മുഹാജിറുകളുടെ വരവിനു മുമ്പായി വാസസ്ഥലവും സത്യവിശ്വാസവും സ്വീകരിച്ചു സൗകര്യപ്പെടുത്തി വെച്ചവരുമായ ദരിദ്രന്മാർക്കും തങ്ങളുടെ അടുക്കലേക്ക് ഹിജ്റ വന്ന് നാടുവിട്ടുവന്നവരെ അവർ സ്നേഹിക്കുന്നു. തങ്ങൾക്കു നൽകപ്പെട്ടതു സംബന്ധിച്ച് അവരുടെ നെഞ്ചു മനസ്സുകളിൽ യാതൊരാവശ്യവും അവർ കണ്ടെത്തുന്നുമില്ല. തങ്ങളിൽ വല്ല വിടവും അഥവാ ദാരിദ്ര്യം ഉണ്ടായിരുന്നാൽ പോലും അവർ തങ്ങളുടെ ദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു. ഏതൊരുവൻ തന്റെ മനസ്സിന്റെ പിശുക്കിൽ അഥവാ ആർത്തിയിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെടുന്നുവോ അങ്ങനെയുള്ളവർ തന്നെയാണ് വിജയികൾ. والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. വചനം 10. വല്ലദീന ജാഉ വന്നവരും, മിൻ ബഅദിഹിം അവരുടെ ശേഷം, യഖൂലൂന അവർ പറയുന്നു, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഇഗ്ഫിർ ലന ഞങ്ങൾക്ക് പൊറുത്തു തരേണമേ, വലി ഇഖ്വാനിന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും, അല്ലദീന സബഖൂന ഞങ്ങൾക്ക് മുൻകടന്നവരായ
ബിൽ ഈമാനി സത്യവിശ്വാസത്തോടെ, വലാ തജ്അൽ ആക്കരുതേ ഉണ്ടാക്കരുതേ, ഫീ ഖുലൂബിന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഗില്ലൻ വിദ്വേഷം, പക, ചതി, കെട്ടിക്കുടുക്ക്, ലില്ലദീന ആമനു വിശ്വസിച്ചവരോട്, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഇന്നക നിശ്ചയമായും നീ, റഊഫുൻ വളരെ കൃപയുള്ളവനാണ്, ദയ ഉള്ളവനാണ്, റഹീമുൻ കരുണാനിധിയാണ്. അവരുടെ ശേഷം വന്നവരുമായ ദരിദ്രന്മാർക്കും അവർ പറയും, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുൻകഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോടു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വിദ്വേഷവും അഥവാ പകയും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ റബ്ബേ, നിശ്ചയമായും നീ വളരെ കൃപയുള്ളവനാണ്, കരുണാനിധിയാണ്. ഒമ്പതാം വചനത്തിന്റെ വിശദീകരണം. അൻസ്വാരികളുടെ സ്ഥിതി ഇതാണ്. ഫൈയിൽ നിന്ന് നൽകപ്പെടുവാൻ അവരിലുള്ള ദരിദ്രന്മാരാണ് അവകാശപ്പെട്ട മറ്റൊരു വിഭാഗം. മുഹാജിറുകൾ തങ്ങളുടെ അടുക്കലേക്ക് വരുന്നതിനു മുമ്പായി തന്നെ അവർ മദീനയിൽ പാർപ്പിടം ഉറപ്പിക്കുകയും മുഹാജിറുകൾക്ക് വസിക്കുവാൻ വേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിവെക്കുകയും ചെയ്തിരിക്കുന്നു. സത്യവിശ്വാസത്തിന് നേരത്തെ തന്നെ അവർ സ്വീകരണം നൽകിയിട്ടുമുണ്ട്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി മക്കായിൽ വെച്ച് പല ഗോത്രങ്ങളെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ മദീനയിൽ നിന്ന് ഹജ്ജിന് വന്നിരുന്ന 5-6 പേർ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയുണ്ടായി. അടുത്ത കൊല്ലം 12 പേരും. അങ്ങനെ ഇസ്ലാം അവരിൽ സംസാര വിഷയമായി. അടുത്ത വർഷം മദീനക്കാർ പലരും ഹജ്ജിന് വന്നു. അന്ന് ഖുറൈശികൾ അറിയാതെ അവർ അഖബയിൽ വെച്ച് തിരുമേനിക്ക് ബൈഅത്ത് അഥവാ ഇസ്ലാമിക പ്രതിജ്ഞ ചെയ്യുകയുണ്ടായി. 70-ൽ പരം പുരുഷന്മാരും 2 സ്ത്രീകളും അതിൽ പങ്കെടുത്തിരുന്നു. ചരിത്രപ്രസിദ്ധമായ ഈ ബൈഅത്തിൽ നിന്ന് ഇസ്ലാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുമെന്ന് അവർ ഏറ്റിരുന്നു. അതിനുശേഷം ഖുറൈശികളുടെ അക്രമം കൊടുമ്പിരി കൊള്ളുകയും മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുകയുമാണുണ്ടായത്. അങ്ങനെ മുഹാജിറുകൾ അവിടെ ചെല്ലുമ്പോഴേക്ക് തന്നെ തങ്ങളുടെ നാട്ടിൽ അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം അവർ സംജാതമാക്കിയിരുന്നു. മദീനയിലെ വീടുകളിൽ സത്യവിശ്വാസം സ്ഥലം പിടിക്കുകയും ചെയ്തിരുന്നു. മുഹാജിറുകൾ ചെന്നു ചേർന്ന ശേഷമോ ഓരോ മുഹാജിറിനെയും ഓരോ സഹോദരൻ തന്റെ ഒന്നിച്ചു താമസിപ്പിച്ചു. തങ്ങളുടെ സ്വത്തിൽ നിന്നും ഓരോ പങ്കു കൊടുത്തു. 2 ഭാര്യമാരുള്ള ചിലർ ഒരാളെ വിവാഹമോചനം ചെയ്ത് തന്റെ സഹോദരന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. തങ്ങൾ പട്ടിണി കിടന്നും അവർക്ക് ഭക്ഷണം നൽകി. അതെ, ബൈഅത്തുൽ അഖബയിലെ കരാറുകൾ തികച്ചും അതിനപ്പുറവും അവർ പാലിച്ചു. അൻസ്വാരികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് മുഹാജിറുകൾ ഇപ്രകാരം പ്രസ്താവിച്ചതായി അനസ് റളിയല്ലാഹു അൻഹു പറയുണ്ടായി. റസൂലെ, നാം വന്നു ചേർന്നിട്ടുള്ള ഈ ജനതയെപ്പോലെ ഏതൊരു നിസ്സാര കാര്യത്തിലും ഇത്രയും നന്നായി സഹകരണം ചെയ്യുന്നതും ഇത്ര വളരെ ഔദാര്യം ചെയ്യുന്നതുമായ ഒരു ജനതയെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ ഭാരങ്ങൾ അവർ ഞങ്ങൾക്ക് തീർത്തു തരുന്നു. ഞങ്ങളുടെ ജോലികളിൽ അവർ ഞങ്ങളോട് പങ്കുചേരുന്നു. ആകയാൽ അല്ലാഹുവിങ്കിൽ നിന്നുള്ള കൂലിയെല്ലാം അവർ കൊണ്ടുപോയി കളയുമോ എന്ന് ഞങ്ങൾക്ക് ഭയമായിരിക്കുന്നു. ഇതു കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇല്ല, നിങ്ങൾ അവരെപ്പറ്റി പുകഴ്ത്തി പറയുകയും അവർക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതുണ്ടാവുകയില്ല. അഹ്മദ്. ചുരുക്കി പറഞ്ഞാൽ മുഹാജിറുകളെ അവർ അങ്ങേയറ്റം ഹൃദയംഗമായി സ്നേഹിച്ചിരുന്നു. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. ഇനി ഇത്രയെല്ലാം ഉദാരമായി അവർ മുഹാജിറുകളോട് പെരുമാറിയിരുന്നുവെങ്കിലും തങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ലഭ്യങ്ങളിലോ നേട്ടങ്ങളിലോ അൻസ്വാരികൾക്ക് വല്ല അസൂയയോ വെറുപ്പോ ഉണ്ടായിരുന്നുവോ? ഒരിക്കലുമില്ല. വേണമെങ്കിൽ ബനൂ നളീറിൽ നിന്ന് ലഭിച്ച ഫൈഅ് അവർക്കും മുഹാജിറുകൾക്കുമിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാഗിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ മുഹാജിറുകളിൽ ഭാഗിച്ചു കൊടുക്കുവാൻ അവർ സമ്മതിക്കുകയാണ് ചെയ്തത്. ബഹ്റൈനിൽ നിന്ന് ലഭിച്ച ഭൂമികൾ അവർക്ക് ഭാഗിച്ചു കൊടുക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ, വേണ്ട, ഞങ്ങളുടെ സഹോദരങ്ങളായ മുഹാജിറുകൾക്കും അതുപോലെ നൽകുന്നുണ്ടെങ്കിൽ മതി എന്നായിരുന്നു അവരുടെ മറുപടി. ബുഖാരി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് വന്ന ഒരു അതിഥിയെ സൽക്കരിക്കുവാൻ തിരുമേനിയുടെ ഭാര്യമാരുടെ വീടുകളിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ രാത്രി അദ്ദേഹത്തെ സൽക്കരിക്കുവാൻ ആരുണ്ട് എന്ന് തിരുമേനി അന്വേഷിച്ചു. അൻസാരിക്കാരനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മുമ്പോട്ട് വന്ന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ വീട്ടിലാകട്ടെ
കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കിടത്തി ഉറക്കുവാനും ഭക്ഷണത്തിനിരിക്കുമ്പോൾ വിളക്കില്ലാതെ കഴിച്ചുകൂട്ടുവാനും ആ മാന്യൻ തന്റെ ഭാര്യയുമായി പരിപാടിയിട്ടു. അങ്ങനെ വീട്ടുകാരെല്ലാം പട്ടിണി കിടന്ന് ഉള്ള ഭക്ഷണം കൊണ്ട് അതിഥിയെ സൽക്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെപ്പറ്റി വളരെ പ്രശംസിക്കുകയുണ്ടായി. ഈ സംഭവം പ്രധാനപ്പെട്ട പല ഹദീസ് പണ്ഡിതന്മാരും വിസ്തരിച്ചു രേഖപ്പെടുത്തി കാണാം. അൻസാരികളുടെ ഇത്തരത്തിലുള്ള ഗുണങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരെപ്പറ്റി അവരിൽ ഏതെങ്കിലും വിടവ് അഥവാ പ്രാരബ്ധമോ വിഷമമോ ഉണ്ടായാലും അവർ തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകും എന്ന് അള്ളാഹു പറയുന്നതും. സ്നേഹം, ഔദാര്യം, ത്യാഗം, നിസ്വാർത്ഥത ആദിയായ ഗുണങ്ങളിൽ അൻസാരികൾ ഈ നിലക്ക് എത്തിച്ചേരുവാനുള്ള കാരണമെന്താണെന്നും മനുഷ്യർക്കിടയിൽ ഇതുപോലെയുള്ള ഗുണങ്ങൾ വിരളമായി തീരുവാനുള്ള കാരണമെന്താണെന്നും അള്ളാഹു തുടർന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അഥവാ തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആർ കാത്തു രക്ഷിക്കപ്പെടുന്നുവോ അവർ തന്നെയാണ് വിജയികൾ. പിശുക്ക് എന്ന് വിവർത്തനം ചെയ്തത് ശുഹ് എന്ന പദത്തെയാണ്. കൈവശമുള്ളത് ചിലവഴിക്കാതെ ലുബ്ധത കാണിക്കുകയും മറ്റുള്ളവരുടെ കയ്യിലുള്ളതുകൂടി ലഭിക്കണമെന്ന് മോഹിക്കുകയും ചെയ്യുന്നതാണ് ശുഹ്. ഈ രണ്ടു കാര്യങ്ങളും കൂടി ദ്യോതിപ്പിക്കുന്ന ഒറ്റ വാക്ക് മലയാളത്തിൽ കാണുന്നില്ല. ഏതായാലും അൻസ്വാരികൾ ശുഹിൽ നിന്നും വിമുക്തരായിരുന്നുവെന്നും ശുഹ് നിമിത്തമാണ് മനുഷ്യൻ സ്വാർത്ഥം മുതലായ ദുർഗുണങ്ങൾക്ക് വശംവദരാകുന്നതെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ശുഹ് അഥവാ പിശുക്ക് സൂക്ഷിക്കുവീൻ. കാരണം ശുഹ് നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ നാശത്തിൽ പതിപ്പിച്ചിരിക്കുന്നു. തങ്ങളുടെ രക്തം ചിന്തുവാനും അവരിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങളെ അനുവദനീയമാക്കുവാനും അത് അവരെ പ്രേരിപ്പിച്ചു. മുസ്ലിം. മറ്റൊരു നബിവചനം ഇപ്രകാരം വന്നിരിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം മൂലമുണ്ടാകുന്ന പൊടിയും നരകാഗ്നിയുടെ പുകയും കൂടി ഒരു അടിയാന്റെ ഉള്ളിൽ ഒരിക്കലും സമ്മേളിക്കുകയില്ല. സത്യവിശ്വാസവും ശുഹും കൂടി ഒരു അടിയാന്റെ ഹൃദയത്തിൽ ഒരിക്കലും സമ്മേളിക്കുന്നതുമല്ല. തിർമിദിയും മറ്റു ചിലരും. അള്ളാഹു നമ്മെ പിശുക്കിൽ നിന്നും അതിന്റെ ദോഷങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഫിഇന്റെ അവകാശികളായ പാവപ്പെട്ടവർ ഉൾക്കൊള്ളുന്ന ദരിദ്രരായ മുഹാജിറുകളെപ്പറ്റിയും അൻസ്വാരികളെപ്പറ്റിയും വിവരിച്ച ശേഷം അവർ ഉൾക്കൊള്ളുന്ന മൂന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുന്നു. 10-ാം വചനത്തിന്റെ വിശദീകരണം. സ്വഹാബികളുടെ തൊട്ട് ശേഷം വരുന്ന അവരുടെ പിൻഗാമികളായ താബിഉകളാണ് പ്രധാനമായും ഉദ്ദേശം. പിന്നീട് ഖിയാമത്തുനാൾ വരെയുണ്ടാകുന്ന അവരുടെ പിൻഗാമികൾ പൊതുവിലും ഉൾപ്പെടുന്നു. സൂറത്തു തൗബയിൽ മുഹാജിറുകളെയും അൻസ്വാരികളെയും കുറിച്ച് വിവരിച്ച ശേഷം 100-ാം വചനത്തിൽ വല്ലദീന തബഊഹും ബി ഇഹ്സാൻ അഥവാ സുകൃതം ചെയ്തുകൊണ്ട് അവരെ പിൻപറ്റിയവരും എന്ന് പറഞ്ഞിരിക്കുന്നു. സ്വഹാബികളുടെ മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് പിൽക്കാലങ്ങളിൽ ജീവിച്ചു പോന്ന സത്യവിശ്വാസികളാണ് ഇതുകൊണ്ടുദ്ദേശം എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ളവരിൽപ്പെട്ട ദരിദ്ര ജനങ്ങൾക്കും അതതു കാലത്ത് ലഭിക്കുന്ന ഫൈഇൽ നിന്ന് നൽകപ്പെടേണ്ടതാണ് എന്ന് താൽപ്പര്യം. സ്വഹാബികളുടെ കാലടികളെ പിൻപറ്റിയ സജ്ജനങ്ങളാണ് ഇവിടെ ഉദ്ദേശ്യമെന്നുള്ളതിന് അവരുടെ ഈ പ്രാർത്ഥന തന്നെ തെളിവാകുന്നു. അവരുടെ ജീവിതക്രമങ്ങളെയും സൽഗുണങ്ങളെയും തൃപ്തിപ്പെടുകയും മാനിക്കുകയും ചെയ്തതുകൊണ്ടാണല്ലോ അവർക്കും തങ്ങൾക്കും വേണ്ടി ഇവർ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയിലാകട്ടെ തങ്ങളുടെ മുൻകഴിഞ്ഞ ആ സത്യവിശ്വാസികളോട് തങ്ങളുടെ ഉള്ളിൽ യാതൊരു വിദ്വേഷമോ പകയോ വെറുപ്പോ ഒന്നും ഉണ്ടാകരുതെന്നും കൂടി അവർ അള്ളാഹുവിനോട് അപേക്ഷിക്കുന്നു. മുൻഗാമികളായ സജ്ജനങ്ങളോട് ബഹുമാനമുള്ളവരുടെ ഹൃദയത്തിൽ നിന്നും നാവിൽ നിന്നും മാത്രമേ ഈ പ്രാർത്ഥന പുറപ്പെടുകയുള്ളൂ. നേരെ മറിച്ച് ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ ഒരു കൂട്ടം ആളുകളിൽ പടർന്നു പിടിച്ചിട്ടുള്ളതുപോലെ സ്വഹാബികളോടും അവരുടെ നടപടിക്രമങ്ങളനുസരിച്ചു പോന്ന മുൻഗാമികളോടും ആദരവും സ്നേഹവും തോന്നാത്തവർ മനഃപൂർവ്വം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്നതിനു പകരം കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തി അവരെ പഴിക്കുവാനും അവരോട് വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് അവരെ ഇടിച്ചു താഴ്ത്തുവാനുമാണല്ലോ തിരുക. സൂറത്തുൽ ഹദീദ് 10-ാം വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ സ്വഹാബികളെക്കുറിച്ച് ഉദ്ധരിച്ച ഹദീസുകൾ ഓർക്കുക. അടിക്കുറിപ്പ്. ഖുർആനിൽ വിശ്വസിക്കുന്നവരാണെന്ന് സ്വയം വാദിക്കുന്നതോടൊപ്പം ഖുർആനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പഴഞ്ചനെന്നും അപരിഷ്കൃതരെന്നും മറ്റും പറഞ്ഞ് പരിഹസിക്കുവാൻ പോരാ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് ജൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ചില മഹൽ ഗുണങ്ങളെ വിമർശന വിധേയമാക്കുവാൻ പോലും സങ്കോചമില്ലാത്ത മുസ്ലിം നാമധാരികൾ ഇന്ന് വിരളമല്ല. എന്നിരിക്കെ സ്വഹാബികളെയും മുൻഗാമികളായ സജ്ജനങ്ങളെയും അപമാനിച്ചു പറയുന്നതിൽ അത്ഭുതപ്പെടുവാൻ എന്തുണ്ട്? മആദല്ലാ. വിശദീകരണം തരുന്നു. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ചില സംഗതികൾ മനസ്സിലാക്കാവുന്നതാണ്. 1. ഒരാൾ മറ്റൊരാൾക്കു വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർ മരണപ്പെട്ടുപോയ സത്യവിശ്വാസിക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് സൽക്കർമ്മവും അള്ളാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്നതുമാകുന്നു. അത് സജ്ജനങ്ങളുടെ ലക്ഷണവുമാണ്.
ഈ വചനത്തിൽ കാണുന്ന പ്രാർത്ഥന അതിനൊരു മാതൃകയുമാകുന്നു. ഇക്കാര്യം നബിവചനങ്ങളിലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ളതത്രേ. 2. മുൻഗാമികളായ സജ്ജനങ്ങളെ കുറ്റം പറയുകയും അവരെക്കുറിച്ച് വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ദുർജനങ്ങളുടെ ലക്ഷണമാകുന്നു. പ്രത്യേകിച്ചും സ്വഹാബികളെപ്പറ്റി. സ്വഹാബികളെ പഴിക്കുന്നവരായ റാഫിള കക്ഷിക്ക് സ്വത്തിൽ നിന്ന് ഓഹരി നൽകിക്കൂടാ എന്നും ഇമാം മാലിക് റഹിമഹുല്ല ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടെ പ്രസ്താവ്യമാകുന്നു. മുഹാജിറുകളും അൻസ്വാരികളുമായ സ്വഹാബികളെയും അവരെ പിൻപറ്റിയ പിൻഗാമികളെയും സംബന്ധിച്ച പ്രസ്താവനകൾക്കു ശേഷം പിന്നീട് മദീനായിൽ അവശേഷിക്കുന്ന മുസ്ലിം വേഷധാരികളായ മുനാഫിഖുകളെ പറ്റി അല്ലാഹു വിവരിക്കുന്നു.